കണ്ടീഷൻസ് കോഡ് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഞാനിവിടെ ഇപ്പൊ ഞാൻ ലെറ്റ് ഏജ് 22 ഓക്കെ അങ്ങനെ സാധനം ഇട്ട് ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18 ഓക്കെ അങ്ങനെയാണെങ്കിൽ ലോഗ് എലിജിബിൾ ഫോർ ഡ്രൈവിംഗ് ഓക്കെ ഓക്കെ ഇങ്ങനൊരു സാധനം ഇട്ട് ഇനി അല്ലെങ്കിൽ എൽസ് കൺസോൾ ഇത് വേസ്റ്റ് ചെയ്യാം നമുക്ക് നോട്ട് എലിജിബിൾ ഓക്കെ ഇതിനകത്ത് ഒരു സിമ്പിൾ കണ്ടീഷൻ ഉള്ളത് ഒരു വേരിയബിളിനകത്ത് ഒരു ഏജ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏജ് 18 മുകളിലാണെങ്കിൽ എലിജിബിൾ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ്, ലൈസൻസിന്റെ സ്പെല്ലിംഗ് ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് എഴുതിയാണ്. നമുക്കത് റൺ ചെയ്ത് നോക്കാം. കണ്ട ഇവിടെ ഏജ് 18 മുകളിലായതുകൊണ്ട് ആദ്യത്തെ കണ്ടീഷൻ എക്സിക്യൂട്ട് ആയി, രണ്ടാമത്തെ എക്സിക്യൂട്ട് ആവത്തില്ല. ഇഫ് എൽസിനകത്തുള്ള ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഏതെങ്കിലും ഒരാൾ എക്സിക്യൂട്ട് ആയ പിന്നെ താഴോട്ടുള്ളത് ആരെയും ചെക്ക് ചെയ്യത്തില്ല. ഇവിടെ ഇഫ് ആയതുകൊണ്ട് താഴത്തെ എൽസിനെ വെറുതെ എഴുതി നമുക്ക് 17 ആക്കി നോക്കാം. കണ്ട നോട്ട് എലിജിബിൾ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ്. ഇത് കൂടാതെ തന്നെ നമുക്ക് വേറൊരു സാധനം എൽസ് ഓക്കെ ഇത് നോക്കിക്കോ. നമുക്ക് ഇഫ് എൽസിന്റെ കൂടെ തന്നെ ഇഫ് എൽസ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇഫ് ലാഡർ എന്ന് വിളിക്കും. ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് പോവാൻ പറ്റും. എക്സാമ്പിള് നമ്പർ യൂസിങ് ഇഫ് ഇതൊരു മീമാണ്. ആ മീം ഇവിടെ ഇതാ കണ്ട ലൈക്ക് ഇതല്ല അതാണ് ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് എത്ര വേണോ പോകാൻ പറ്റും. ഇത് നമ്മൾ ഇഫ് എൽസ് ലാഡർ എന്ന് വിളിക്കും. അപ്പൊ ഇതിനകത്ത് ആദ്യത്തത് ചെക്ക് ചെയ്യും, അത് ചെക്ക് ചെയ്തിട്ട് അത് ഫോൾസ് ആണെങ്കിൽ അടുത്തേക്ക് കയറും, അങ്ങനെ നോക്കി പോകും. ഇവിടുത്തെ കേസിൽ ഏജ് 17 ആണ്. അപ്പൊ ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണോ നോക്കും. 17 ഗ്രേറ്റർ ദാൻ 18 അല്ല, ഫോൾസ് അടിക്കും. എൽസ് ഇഫിനകത്ത് വരും ഏജ് ലെസ് ദാൻ 18 ആണോ, 17 ലെസ് ദാൻ 18 ട്രൂ. ആൻഡ് എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് ആണ്. രണ്ട് സാധനത്തിനെ കമ്പൈൻ ചെയ്യാനാണ്. അതിനൊരു ടേബിൾ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അടുത്ത സ്റ്റെപ്പിനകത്ത് ഏജ് ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും. 18 താഴെയാണ്, 0ക്ക് മുകളിലാണ് ഈ സാധനം എക്സിക്യൂട്ട് ആവും. കണ്ട നോട്ട് എലിജിബിൾ. ഞാനപ്പോ ഇവിടെ ഒരു -5 കൊടുത്തു എടുക്കോ എൻട്രോ വാലിഡ് ഏജ്. അപ്പൊ ആദ്യത്തേൽ കയറി -5 ഗ്രേറ്റർ ദാൻ 18 ആണോ അല്ല, -5 ലെസ് ദാൻ 18 ആണോ ആണ്. അപ്പൊ ആദ്യത്തേത് ട്രൂ ആയി, രണ്ടാമത്തത് -5 ഗ്രേറ്റർ ദാൻ 0 ആണോ അല്ല, ഫോൾസ്. അപ്പൊ ട്രൂ ആൻഡ് ഫോൾസ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. എൽസിനകത്ത് വന്നു എൻട്രോ വാലിഡ്. ഞാനത് ട്രൂ ആൻഡ് ഫോൾസ് ആൻഡ് എന്ന് പറയാൻ കാരണം അതിനൊരു ടേബിൾ ഉണ്ടായിരുന്നു. ഇതാണ്ട ട്രൂ ആൻഡ് ട്രൂ, ട്രൂ ട്രൂ ആൻഡ് ഫോൾസ്, ഫോൾസ് ഫോൾസ് ആൻഡ് ഫോൾസ്. ഇങ്ങനെയൊക്കെ ഈ ഒരു സാധനം ഉണ്ട്. ഇത് കാണാതെ പഠിക്കേണ്ടി വരും. അത് സിമ്പിൾ സാധനം, ചെയ്തത് ശീലം ആയിക്കോളും. ഇതുപോലെ നമുക്ക് ഓറുണ്ട്. ഓർ എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരാൾ ട്രൂ ആയാൽ ഔട്ട് ട്രൂ ആവും. കണ്ട ട്രൂ ആൻഡ് ട്രൂ, ട്രൂ ട്രൂ ആൻഡ് ഫോൾസ് എന്ന് പറയുമ്പോൾ ഒരാൾ ട്രൂ ആയി, ട്രൂ വന്നു. ഇവിടെ ഒരാൾ ട്രൂ ആയി, ട്രൂ ആയി. ഫോൾസ് ആൻഡ് ഫോൾസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഫോൾസ് ആണ്, ഫോൾസ് വരും. ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ട്രൂ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ വരത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഫോൾസ് അടിക്കും. സോ കണ്ടീഷണൽ എന്താണെന്ന് ക്ലിയർ ആയോ? അതിന്റെ തന്നെ ലൈനിലേക്ക് നമ്മളിപ്പോ പറഞ്ഞ കണ്ടീഷന്റെ തന്നെ ഒരു കുറച്ചുകൂടി ഒരു ഹൈ ലെവൽ വേർഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇഫ് ഇട്ട് കുറെ അധികം ലോജിക് ഇട്ടിട്ടുണ്ട് അവന്മാര്. ആ ലോജിക് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആ ഒരു കോഡിന്റെ ലോജിക്കാണ്. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇൻഡെപ്ത് ആയിട്ട് ലെവലിലേക്ക് നമ്മൾ ഈ സാധനത്തിലോട്ട് വരും കുറച്ച് കഴിയുമ്പോൾ. ഈ കോഡ് ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കണ്ട. ഈ ഇഫ് എന്ന് പറയുന്നത് കണ്ടീഷൻ സാധനമാണെന്ന് മനസ്സിലാക്കിയാൽ മതി.